ഇന്നു കേട്ടതിൽ വെച്ച് നടുക്കുന്ന വാർത്ത. കോഴിക്കോട് താമരശ്ശേരി കൈതപ്പൊയിലെ ലഹരിക്കടിമയായ മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 നാടിനെ നടുക്കിയ സംഭവം നടന്നത്. പ്രതി 25-കാരൻ ആഷിഖിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന അമ്മയെ അടുത്ത വീട്ടിൽ നിന്ന് അരിവാളെടുത്തുകൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് മകനെ പഠിപ്പിക്കാൻ വിട്ടത്. പക്ഷേ ലഹരിയുടെ ലോകം ആഷിഖ് എന്ന ചെറുപ്പക്കാരനെ ദുഷ്ടനാക്കി. ഒടുവിൽ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു പ്രതീക്ഷ മുഴുവൻ. അതും തെറ്റിച്ചു. ഒടുവിൽ സ്വന്തം അമ്മയെ ലഹരിയുടെ കെട്ടബോധത്തിൽ കൊലപ്പെടുത്തി. 25 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിഖ് ലഹരിക്കടിമയായിരുന്നു. ഈ ദുസ്വഭാവം ആഷിഖിനെ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലെത്തിച്ചു. കുറച്ചു നാളുകൾക്കു ശേഷമെങ്കിലും തന്റെ മകൻ ലഹരിയിൽ നിന്ന് മോചിതനായി തിരിച്ചുവരുമെന്ന് കൊല്ലപ്പെട്ട സുബൈദ പ്രതീക്ഷിച്ചു കാണണം. പക്ഷേ ആഷിഖ് വീട്ടിലെത്തിയത് സ്വന്തം അമ്മയുടെ ജീവനെടുക്കാനായി. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് താമരശ്ശേരി കൈതപ്പൊയിലെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുബൈദ. അമ്മയെ കാണാനായി ആഷിഖ് എത്തിയത് സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു പ്രശ്നവും കാണിക്കാത്ത ആഷിഖ് ഇന്ന് ഉച്ചയ്ക്കാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന വ്യാജേനെ അരിവാൾ കത്തി വാങ്ങിയത്. അതുപയോഗിച്ച് സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തി. വീട്ടിലെ ആളുകളെ സൗണ്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അവിടെ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ താത്തനെ വെട്ടിയുണ്ട് കുടുംബം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാതിൽ തുറക്കുന്നില്ലായിരുന്നു, ഉള്ളിലായിരുന്നു. പിന്നെ സൗണ്ട് കെട്ടി കത്തിയും കൊണ്ട് വെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് ആർക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിന് എടുത്ത് കത്തിയും കഴുകി കത്തി അവിടെ വെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടക്കി. ആഷിഖ് സുബൈദയെ അപായപ്പെടുത്തുമെന്ന ഭയം സഹോദരിക്കുണ്ടായിരുന്നു. പലപ്പോഴും സുബൈദയെ അത് ഓർമ്മിപ്പിച്ചതുമാണ്. ഭയമുണ്ടായിരുന്നെങ്കിലും സ്വന്തം മകനിലെ വിശ്വാസത്തെ സുബൈദ സംശയിച്ചില്ല. ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയല, ഓനെ ഇനി ഏറ്റുമുട്ടുകയും ചെയ്യരുത് എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളുത്താൻ പോയാലേ എന്നോട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി. എനക്കൊടി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. ന്യൂജൻ മയക്കുമരുന്നുകൾ കടിമപ്പെടുന്ന യുവാക്കളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നതാകട്ടെ അതിക്രൂരമായ കൊലപാതകങ്ങളിലേക്കും പീഡനങ്ങളിലേക്കുമാണ്. ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തച്ഛൻ എന്തമ്മ അല്ലേ? ഓരോ ദിവസവും കഴിയുന്തോറും എത്ര ഭയാനകവും അതുപോലെ സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എത്ര പ്രതീക്ഷയോടെയാണ് ഓരോ അച്ഛനമ്മമാരും തങ്ങളുടെ മക്കളെ വളർത്തുന്നത്. ഒടുവിൽ ആ ഒരു മകന്റെ കൈകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് വിധിയല്ലാതെ എന്ത് പറയാനാണ്? ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ ഒരു സുബൈദ മരിച്ചു, അല്ലെങ്കിൽ ഏതോ ഒരു മകൻ വെട്ടിക്കൊന്നു. പക്ഷെ നമ്മൾ ഓർക്കണം, നാളെ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും സംഭവിക്കും. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ലഹരി മാഫിയ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസവും നമ്മളെയും തേടിയെത്തും. താമരശ്ശേരിയിൽ മകൻ ഉമ്മയെ വെട്ടിക്കൊന്ന് അതിലെ അവരുടെ ബന്ധുവിന്റെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. അവർ പറയുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ഇവന് മയക്കുമരുന്നുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരുപാട് ചികിത്സകൾ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേൾക്കാം. ഓന് +2 പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൽ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDTയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റായി. പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ നമ്മൾ ഓൻ അതിന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്ര തന്നെ. ഓനൊരു പ്രശ്നമില്ലാന്ന്. ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളിക്കി പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു 100 രൂപ വേണമെന്ന് ഗൂഗിൾ പേ ചെയ്യാറുണ്ട് ഇന്നെ വിളിച്ചിരുന്നു. അത് ഞാൻ അവളോട് പറഞ്ഞില്ല, ഓക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടണ്ട, ഓനിപ്പോ വരും. അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓളെ മോനല്ലേ, അപ്പൊ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഓക്ക് വിഷമാവണ്ട വെച്ച് ഞാൻ പൂട്ടാൻ പോയിട്ട് തിരിച്ചു വന്നേ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാള്, ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാളെന്ന് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ കാഞ്ഞാമയിലുള്ള ഒരു ചെക്കന് ഓനവിടെ ലൻഡ് കഴിച്ച്. അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു. നല്ല ചേർക്ക് അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത്. അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേഗം തിന്ന് ഇവിടുന്ന് മേശെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി കൊടുക്കുന്നത്. ഓൻ നല്ലോണം കഴിച്ചോട്ടോ, കുറച്ച് സൈഡിൽ ഇവിടെ നിന്നിട്ടില്ലാണ്ട്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രമെല്ലാം നിറച്ചോന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമമൊന്നും ഉണ്ടാകുന്ന ഓക്ക് ഇഷ്ടമല്ല. ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയല, ഓനെ ഇനി ഏറ്റുമുട്ടുകയും ചെയ്യരുത് എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളുത്താൻ പോയാലേ എന്നോട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി. എനക്കൊടി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരം വെളുത്ത് പോയപ്പോൾ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് വെൽക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോൾ വീട്ടിലെ ചേച്ചി ഞാൻ വിളിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്, സക്കീനെ ഓടി വന്ന് പറഞ്ഞപ്പോഴത്തേനും 2 വാതിലും കുറ്റിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയുടെ ന്യായീകരണത്തെ കുറിച്ച് പറയണ്ടല്ലോ.
എന്ത് ചെയ്താലും, ഏത് വസ്ത്രം ധരിച്ചാലും, എങ്ങനെ പെരുമാറിയാലും, മദ്യപിച്ചാലും, വലിച്ചാലും, അങ്ങനെ ഒരുപാട് തോന്നിയാസങ്ങൾ കാണിച്ചാലും അത് അവരുടെ സ്വാതന്ത്ര്യം എന്നാണ് ഇപ്പൊ പറയുന്നത്. എല്ലാം അവരുടെ തന്നെ ഇഷ്ടം. പിന്നെ പറയുന്ന മറ്റൊരു ന്യായീകരണമാണ് ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ള ന്യായീകരണം. അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങളുടെ ഇഷ്ടം. ഇതാണ് ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത്. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം ഓരോന്നായിട്ട് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ പറയട്ടെ, മക്കളില്ലാത്തവർ മക്കളില്ല എന്നുള്ളൊരു വിഷമിക്കുകയൊന്നും വേണ്ട അല്ലെ. ഇങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചും ചില മക്കളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് അവരുടെ തെറ്റല്ല. കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിനെതിരെ കണ്ണടയ്ക്കും. സ്കൂൾ പരിസരങ്ങളിൽ തന്നെ ഇതിന്റെ കച്ചവടത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അതിനെതിരെ ഗവൺമെന്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോഴത്തെ തലമുറയെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ തന്നെയാണ്. അതിനെതിരെ ഗവൺമെന്റ് ശക്തമായിട്ട് പ്രതികരിക്കണം, മുന്നോട്ട് ഇറങ്ങിയത് തന്നെ വേണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളുടെ ഭാവി ഏത് രീതിയിലാകുമെന്ന് നമുക്ക് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയും ഭയാനകവുമായിരിക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ മകൻ ആഷിഖിന്റെ മൊഴി പുറത്ത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയതെന്നാണ് ആഷിഖ് പോലീസിന് മൊഴി നൽകിയത്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ജന്മം നൽകിയതിനാണ് താൻ കൊന്നുകളഞ്ഞത് അമ്മയെ എന്നുള്ള ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശം? വിവരം പുറത്തു വരുന്നത് ഈ പ്രതിയായിട്ടുള്ള ആഷിഖ്, 25 വയസ്സുകാരനായിട്ടുള്ള ആഷിഖിന്റെ മൊഴി പ്രാഥമികമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയായിട്ടാണ് ഞാൻ അമ്മയെ കൊന്നത് എന്നാണ് പ്രാഥമികമായി രേഖപ്പെടുത്തിയ മൊഴി എന്ന് പറയുന്നത്. ഇത് പറയുന്നത് തന്നെ ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയ പ്രതിയെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയിട്ട് കെട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാരോടാണ് ആദ്യമായിട്ട് ഈ പ്രതി, ലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്, ആഷിഖ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ആദ്യമായിട്ട് നാട്ടുകാരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇത് പ്രാഥമികമായിട്ട് പോലീസ് അവരുടെ എഫ്ഐആർ ഇട്ടതിനു ശേഷം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശദമായ ഒരു മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. പ്രതിയുടെ ലഹരി സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഒരു വിശദമായ മൊഴി താമരശ്ശേരി പോലീസ് ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അതേസമയം മരിച്ച സുബൈദയുടെ മൃതദേഹം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ സംഭവം എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ഏറ്റവും ആഷിഖിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ ഉപയോഗിച്ചിരുന്ന ലഹരിയാണ്. നേരത്തെ കോളേജിലേക്കൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി മകനെ വിട്ടതായിരുന്നു. ആ കോളേജിലെത്തി അവിടുത്തെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുമാണ് ഈ പ്രതി MDMA അടക്കമുള്ള മാരകമായ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആഷിഖിനെ എത്തിക്കുന്നത്. ആ ആഷിഖ് അതായത് ബ്രെയിൻ ട്യൂമറിന്റെ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ, താമരശ്ശേരി പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അമ്മയെ കാണാനെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് സഹോദരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. വരുന്ന സമയത്തെല്ലാം ഒരു 2-3 ദിവസമെല്ലാം ആഷിഖ് വളരെ നല്ല രീതിയിലായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്ന് അവരുടെ തന്നെ ഒരു ബന്ധു നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒരു ദിവസം ഈ ബന്ധുവൊന്നും അവിടെ ഇല്ലാത്ത സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു കത്തി, അതായത് അരിവാൾ കത്തി, തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജേന വാങ്ങുന്നു. ആ കത്തി ഉപയോഗിച്ച് സുബൈദയെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത്. പിന്നീട് ആക്രോശിച്ചു, ഈ കത്തിയുമായി ഈ ആഷിഖ് പുറത്തിറങ്ങി ആക്രോശിച്ചു, ജനങ്ങളുടെ നേരെ അടുത്തു. ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞത്. പിന്നീട് താമരശ്ശേരി പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കും. അപ്പോ മകന്റെ ന്യായീകരണം കേട്ടല്ലോ, ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് കൊടുത്തത് എന്ന്. ഇനി ഇതിനപ്പുറം എന്ത് കേൾക്കണം? എന്തായാലും 2025 ഇപ്പോൾ മയക്കുമരുന്നിന്റെ ഒരു വിളയാട്ടം തന്നെയാണ്. എത്രയോ വാർത്തകൾ നമുക്ക് ചുറ്റും നമ്മളിപ്പോ കേൾക്കുന്നുണ്ടല്ലേ. ഇതുപോലൊരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഓരോന്നും വാർത്താ പ്രാധാന്യത്തോടുകൂടി ലോകം അറിയുന്നത്. പക്ഷേ ഇതിനുള്ള അവസരം ഇങ്ങനെയായി പോകുന്നല്ലോ എന്നോർത്ത് ശരിക്കും ദുഃഖിക്കുന്നുണ്ട്. അമ്മയെ കൊല്ലുന്ന മക്കളെ പീഡിപ്പിക്കുന്നത് അച്ഛൻ, സഹോദര ബന്ധം പവിത്രമാണ്. ഇതൊക്കെ അറിയാത്ത മക്കൾ പിന്നെ എങ്ങനെയാണ് നാടിനെയും കൂട്ടുകാരെയും തിരിച്ചറിയുന്നത്? ഈ മയക്കുമരുന്ന് വ്യാപാരം നാൾക്ക് വർദ്ധിക്കുകയാണ്. പുതിയ തലമുറയെ തകർക്കാൻ ശത്രുക്കൾ രാജ്യവ്യാപകമായി മയക്കുമരുന്ന് കച്ചവടം വിപുലപ്പെടുത്തി. ഇവരെ പിടികൂടുന്നത് വളരെ ചുരുക്കമാണ്. വിൽപ്പനയുടെ കണ്ണി അന്വേഷിച്ചാൽ ഇവരെ പിടിക്കാൻ വളരെ എളുപ്പവുമാണ്. എന്നാൽ അത് മാത്രം ഇവിടെ നടക്കുന്നില്ല.